ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻസ് ഒക്കെ ജിക്ക് ചോദിച്ച മോഡലുള്ള ഒരു ചോദ്യം കൂടിയാണ്. അപ്പോൾ ഈ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ഒരു 10ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 9ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള കുട്ടികൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഏത് സിലബസ് ഉള്ളവർക്ക്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചോദ്യം ഇതാണ്: ജോമെട്രിക് പ്രോഗ്രഷൻ ജി പി ഇഫ് ദ തേർഡ് ടേം ഓഫ് എ ജി പി ഈസ് 4. ഒരു ജി പിയുടെ തേർഡ് ടേം 4 ആണ്. ജി പി എന്ന് ജോമെട്രിക് പ്രോഗ്രഷൻ. ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് 5 ടൈംസ്. ഫസ്റ്റ് 5 ടേംസ്. അപ്പൊ ആദ്യത്തെ 5 ടേംസിന്റെ സം കാണുക. പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ ഏതൊരു വ്യക്തിയും, പ്രത്യേകിച്ചും എൻട്രൻസിലേക്ക് ക്വസ്റ്റൻ കാണുമ്പോൾ നമുക്ക് ഒരു പെട്ടെന്നൊരു അങ്കലാപ്പൊക്കെ ഉണ്ടായത് കുട്ടിക്ക്. പക്ഷേ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതുക. തേർഡ് ടേം ഓഫ് എ ജി പി ഈസ് 4. അതായത് തേർഡ് ടേം നമ്മൾ എഴുതി. തേർഡ് ടേം എന്ന് പറയുന്നത് AR⁻². ആണ്. ഓൾറെഡി നമ്മൾ മറ്റൊരു വീഡിയോയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു ജി പിയുടെ ഒരു ടേം കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? AR⁻n-1 ആണ്. AR⁻n-1. സോ ഇവിടെ തേർഡ് ടേം എന്ന് പറയുന്നത് AR⁻3-1. സോ ഇറ്റ്സ് AR² ദാറ്റ്സ് ഈക്വൽ ടു 4. ഇനി നമ്മൾ പറയുന്നത് തേർഡ് ടേം മാത്രമേ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളൂ. ഇവിടെ A കണ്ടുപിടിക്കാനോ R കണ്ടുപിടിക്കാനോ യാതൊരുവിധ നിർവാഹവും ഇല്ല. സാധാരണ നമ്മൾ തിങ്ക് ചെയ്യുന്ന പ്രോസസ് എങ്ങനെ? A കണ്ടുപിടിക്കുക, R കണ്ടുപിടിക്കുക, എന്നിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. ഇത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ആദ്യത്തെ 5 ടേമിന്റെ പ്രൊഡക്റ്റ് കാണാൻ നോക്കാം. പ്രൊഡക്റ്റ് ഓഫ് ദ ഫസ്റ്റ് 5 ടൈംസ് ഓഫ് ദിസ് ജി പി. ഒരു ജി പിയുടെ ആദ്യത്തെ 5 ടേമിന് നമുക്ക് ഇങ്ങനെ എടുക്കാം. ഫസ്റ്റ് ടൈം A ആണെങ്കിൽ, സെക്കൻഡ് ടൈം AR ആയിരിക്കും, തേർഡ് ടൈം AR² ആണ്, ഫോർത്ത് ടൈം AR⁻3 ആണ്, ഫിഫ്ത് ടൈം AR⁻4 ആണ്. എന്ത് ചെയ്യാൻ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്രൊഡക്റ്റ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 5 ചെയ്യേണ്ടത് AR⁻5, R1 into R2, R⁻3, R⁻6, R⁻10. അപ്പൊ ഇത് എല്ലാവർക്കും അറിയാമെങ്കിൽ ഇപ്പോൾ ഞാൻ എഴുതാനാണ്. A⁻m into A⁻n is equal to A⁻m plus n എന്നുള്ള എക്സ്പോണൻഷ്യൽ ഫോർമുല ബേസ് ചെയ്തിട്ടാണ് ഇവിടെ A⁻5 ഉം R⁻10 വരുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ ചിന്തിക്കും എങ്ങനെയാണ് നമുക്ക് ആകെ അറിയുന്ന AR⁻2 മാത്രമാണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് നമ്മൾ ഇതിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ A⁻5 R⁻10 നമുക്ക് AR² all⁻5 എന്ന് എഴുതാം. കാരണം ഇത് നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ A⁻5 R⁻10 ആണ് കിട്ടുക. AR² വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്, ഓൾറെഡി തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 4⁵5. അപ്പൊ ഇനി 4⁵5 നമുക്കറിയാം എൻട്രൻസ് എക്സാമിനേഷൻ CBSE ICSE ഒന്നും കാൽക്കുലേറ്റേഴ്സ് ഇല്ല. 11th 12th എക്സാമിനേഷന്, അതുപോലെ 10th എക്സാമിനേഷൻസിനും സ്റ്റേറ്റിനും കാൽക്കുലേറ്റർ ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ നോക്കാം 4⁵5 എന്ന് പറഞ്ഞാൽ 4നെ 5 ടൈംസ് എഴുതാം. ദാറ്റ് ഈസ് 4 into 4 into 4 into 4 into 4. 5 പ്രാവശ്യം 4 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താം? ഇപ്പൊ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്ന സമയം കൂടുതൽ എടുക്കും. അപ്പൊ 4 into 4 16 ആണെന്ന് അറിയാം. അപ്പൊ 16 എഴുതി. പിന്നെ 4 into 4 16 ആണ്. 16 into 16 പിന്നെ into 4. അപ്പൊ 16 into 16 എന്ന് പറയുന്നത് 16² ആണ്. ദാറ്റ് ഈസ് 256. അപ്പൊ 256 എഴുതി, പിന്നെ ഉള്ളത് 4 ആണ്. അപ്പൊ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നെ ആൻസർ കണ്ടുപിടിക്കാം. കാരണം 256 into 4 നമുക്ക് എന്ത് ചെയ്യാം? 200 into 4 എന്ന് പറയുന്നത് 800 ആണ്. 50 into 4 എന്ന് പറയുന്നത് 200 ആണ്. 6 into 4 24 ആണ്. അപ്പൊ നമുക്ക് ഇതിനെ 256 200 plus 50 plus 6 into 4 നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ മനസ്സിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഈസി ആയിട്ട് 1024, ദാറ്റ് ഈസ് 1024 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. വളരെ എളുപ്പമായിട്ട് ഈ ഒരു ചോദ്യം സോൾവ് ചെയ്യാം. ഈ ഒരു ചോദ്യം നന്നായിട്ട് പഠിക്കുക. പല എൻട്രൻസ് എക്സാമിനേഷൻസിനും 10th ICSE, 10th CBSE, സ്റ്റേറ്റിനും ഒക്കെ ചോദിച്ചിട്ടുള്ള 12th ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊന്നാണ്. നമുക്ക് മറ്റു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം.